നമസ്കാരം. പണിക്കേഴ്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കേരള സ്റ്റൈലിലൊരു കൂൺ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഇത്രയും കൂണുണ്ട്, 200 ഗ്രാം കൂണാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഒരു സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കാം. രണ്ടും കൂടി നല്ലപോലെ വഴറ്റാം. തേങ്ങാക്കൊത്തും സവാളയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളുത്തുള്ളി ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളിയാണ്, വലിയ അല്ലിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറേശ്ശെ ചേർക്കണമല്ലോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കഴുകിയത്, അപ്പോൾ അതിനൊരു കളറുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ പൊടികളെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റാം. നമ്മൾ ഒരു തക്കാളീൻ്റെ പകുതി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം, വളരെ കുറച്ച് മാത്രം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ച് കൂണ് ചേർക്കാം. ഈ കൂണിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇതിലേക്ക് അപ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇനി നമുക്കൊരു 3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. കൂണ് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ അതിന് മാത്രം ഗ്രേവിയൊന്നും വേണ്ട, ലേശം ഉണ്ടാക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കൂണിന് അതുമാത്രം വേവൊന്നുമില്ല. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നേക്കാം. അപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഈ കൂൺ മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.